ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഭയങ്കര സ്പെഷ്യൽ വ്ളോഗായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മളെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണൂർ വെച്ചിട്ടൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടേനും. അപ്പോൾ നമ്മൾ എല്ലാ ഫ്രണ്ട്സും ഇന്ന് വന്നിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഒരു ദിവസം ഫണ്ണാക്കാം അല്ലെങ്കിൽ എൻജോയ് ആക്കാമെന്ന് വിചാരിച്ചൊരു ദിവസം കൂടിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. 2 ആൾ മാത്രമേ മിസ്സിങ് ഉള്ളൂ. അപ്പോൾ അവർ പുതുതായിട്ട് ജോലിക്ക് കയറിയോണ്ട് അവർ മാത്രമേ ഇല്ല. അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ സൈഡിലായിട്ട് MRI വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ കയറി നമുക്ക് നല്ലോണം വിശക്കുന്നുണ്ടേനെ എല്ലാവർക്കും. അപ്പോൾ ഓരോ മസാല ദോശ നമ്മൾ കഴിച്ചിട്ട് നേരെ നമ്മൾ കണ്ണൂർ ഫോർട്ടിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് മുന്നേ ഐസോന് എന്തെങ്കിലും ബിസ്ക്കറ്റോ ക്യാൻഡീസോ വിചാരിച്ചു. കാരണം അവനവിടുന്ന് കരയുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം അവിടുന്ന് ഇറങ്ങി. ഇപ്പം 2 ഓട്ടോയിലായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓട്ടോയിൽ നമ്മൾ 3 ആളും, ബേക്കിലത്തെ ആ ഓട്ടോയിൽ 4 ആളുമായിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഐസോനെ എൻ്റെ ഒരു ഫ്രണ്ട് ബാബിയുടെ കയ്യിലായിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ എത്തിയതിന് ശേഷം നല്ല വെയിലുണ്ടേനും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോഴേക്കും അവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാബി. അവളാണ് ഫുള്ള് ഐസോനെ നോക്കിയതും എടുത്ത് നടന്നതൊക്കെ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് അത്യാവശ്യം നല്ലോണം വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ടേന്. അതുകൊണ്ട് നമ്മൾ കുട യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ഫോട്ടോസ് എടുത്താലും നല്ല ക്ലാരിറ്റി ഉണ്ടേനു ഈ ഒരു ഫോട്ടോസിനും വീഡിയോസിനൊക്കെ. കാരണം അത്യാവശ്യം വെയിലുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോ ഒക്കെ നന്നായിട്ടുണ്ടേനു എല്ലാ ഫോട്ടോസും. പിന്നെ ഈ ഒരു റൂം പോലത്തെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, വീഡിയോസ് എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടുണ്ടേനും. നല്ല വെയിലേനും. പൊരി വെയിലെന്ന് പറയുമ്പോൾ പൊരി വെയിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാ അവർ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഐസുമായിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഐസുമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിടുന്നത്. നമ്മൾ ആ ഫോർട്ടിൽ എത്തിയത് മുതലേ ഐസ് നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ എണീറ്റത്. പിന്നെ നമ്മൾ മേലെ ആ ഒരു സൈഡിൽ പോയപ്പോഴാണ് ഫുള്ള് ബോട്ട് നിർത്തിയിട്ട് കാണുന്നത്. കടലിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നല്ല വ്യൂ ഉള്ള ഒരു ഏരിയ കൂടിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ടുണ്ടേനും. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങിയത് MVK റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ട് എന്തായാലും പോയിട്ട് കാണാം. ഇവിടുന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി, ഗീ റൈസ്, ചിക്കൻ ചില്ലി ഇതൊക്കെയാണ് നമ്മളിവിടുന്ന് എല്ലാവരും കൂടി കഴിച്ചത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ടേനും ഫുഡെല്ലാം. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്സ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവരും പോയിട്ട് കാണാം. പിന്നെ ഇവിടെ നമ്മൾ ഐസുവിന് ചെറിയൊരു കഷ്ണം നാരങ്ങ കൊടുത്തിട്ട് അവൻ്റെ എക്സ്പ്രഷൻ കാണാനാണ് ഇവരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് എവിടെ ഇനി പോകുമെന്ന്.
അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ച് സംസാരിച്ചിരിക്കുന്നത്. കാരണം ഹോസ്റ്റലിലുള്ള സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. വാർഡൻ്റെ വായിലിരിക്കുന്നത് കേൾക്കുന്നവരെ നമ്മളിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ച് സംസാരിച്ചിരിക്കും. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലുള്ളപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഫണ്ണി മൊമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ പിന്നെ അത് ഒരിക്കൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാ കടകളും മുന്നിലും ഇങ്ങനെ ക്രിസ്മസ് ട്രീയും ആ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയും അതൊക്കെ വെച്ചിട്ട് എല്ലാവരുടെയും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ 25th ക്രിസ്മസ് ആവാൻ പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ക്രിസ്മസ് വൈബാണ് കണ്ണൂരെത്തിയപ്പോൾ നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ നേരെ വിട്ടത് കണ്ണൂർ ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് എന്തായാലും കാണാം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാനിവിടെ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോ സ്കൂപ്പ് എടുക്കുന്ന സമയത്തും ഒരുപാട് നട്ട്സ് കടിക്കാൻ കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. പിന്നെ നമ്മൾ ഷേക്കൊക്കെ കുടിച്ചതിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കയറിയിട്ടുണ്ടേനും. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പയ്യാമ്പലം ബീച്ചിലെത്തിയിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നെ ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് ജസ്റ്റ് അവിടുന്ന് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ച് പോന്നിട്ടുണ്ടേനും. നല്ല വെയിലായതുകൊണ്ട് തന്നെ പൊരിവെയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കടലിലേക്കൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. ജസ്റ്റ് അവിടെ ഇരുന്ന് 1-2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ വിട്ടത് SN പാർക്കിലേക്കാണ്. കാരണം ഇവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇറങ്ങാനോ ഒന്നിനും പറ്റില്ല. ഈ ഒരു ബീച്ചിൽ എത്തിയ സമയത്ത് നമുക്ക് എല്ലാവർക്കും സൺ ടാൻ അടിച്ചിട്ടുണ്ടേനും. കാരണം അങ്ങനെ വെയിലായതുകൊണ്ട് തന്നെ എല്ലാവരുടെ മുഖം കരിവാളിച്ചതുപോലെ ആയിട്ടുണ്ട്. ബീച്ച് സൈഡിൽ ഇങ്ങനത്തെ മോരും വെള്ളം, സർബത്ത്, സോഡ അതൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മളതൊക്കെ കുറച്ച് കുടിച്ച് റീഫ്രഷ് ആയതിനു ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. ഈ ഒരു സമയത്ത് ഐസ് നല്ല ഉറക്കമാണ്, അവനിതൊന്നും അറിയുന്നില്ല. പിന്നെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടേനും അതെല്ലാവരും കൂടി ഷെയർ ചെയ്തത് കഴിച്ചു. അപ്പം നമ്മളിപ്പോൾ SN പാർക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ മക്കൾ കളിക്കുന്ന പാർക്കാണ്. അപ്പോൾ ഇവിടെ എൻട്രി ടിക്കറ്റോ അങ്ങനത്തെ ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് കയറിയിട്ട് കുറച്ച് നേരം ഇരുന്ന്, കാരണം നമ്മളെ ട്രെയിനിൻ്റെ സമയം ആയിട്ടില്ല. ഇനിയും കുറച്ചുകൂടി ഒരു 1.5 മണിക്കൂറോളം ഇനിയും സമയം ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുന്നേ ഞാനൊരു എൻഗേജ്മെൻറ്റിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കല്യാണം December 28 വരുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് എന്തായാലും വരാനിരിക്കുന്നുണ്ട്. എന്തായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.